ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിരവധി ദമ്പതികളെ കണ്ടിട്ടുണ്ട്. ജനിക്കുന്നത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമായി കാണുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ പെൺകുഞ്ഞുണ്ടായാൽ അതിന് ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഇക്കാലത്ത് അങ്ങനെയും ചില വെളിവില്ലാത്ത മനുഷ്യരെ കാണാം. അങ്കമാലിയിൽ പെൺകുട്ടി ജനിച്ചതിൻ്റെ പേരിൽ യുവതിയെ ഭർത്താവ് മർദ്ദിക്കുന്നതായി പരാതി. 2020 ഇവരുടെ വിവാഹം. പിറ്റേ വർഷം പെൺകുട്ടി ജനിച്ചു. അന്നു മുതൽ തന്നെ ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ അങ്കമാലി സ്വദേശിയായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. രണ്ടായിരത്തി 2020 യുവതിയും അങ്കമാലി സ്വദേശിയായ ഗിരീഷും തമ്മിലുള്ള വിവാഹം നടന്നത്. ആദ്യ ഒരു വർഷം ഇവർ തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2021 ഇവർക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നു. അത് പെൺകുഞ്ഞായത് യുവതിയുടെ പ്രശ്നമാണെന്ന് ആരോപിച്ച് കഴിഞ്ഞ 4 വർഷമായി അതിക്രൂരമായാണ് ഗിരീഷ് യുവതിയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. മാനസികമായും ശാരീരികമായും വലിയ ആക്രമണമാണ് ഗിരീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലി ആശുപത്രിയിൽ യുവതിയെ അവശനിലയിൽ എത്തിച്ചത്. പോലീസ് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ തന്നെ ഇത് ഗുരുതരമായി മർദ്ദനമേറ്റെന്ന് മനസ്സിലായി. പിന്നീട് ഉടനെ തന്നെ അങ്കമാലി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി യുവതിയുടെ വിശദമായ മൊഴി എടുത്തപ്പോഴാണ് പെൺകുഞ്ഞ് പിറന്നത് തൻ്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷ് കഴിഞ്ഞ 4 വർഷമായി തന്നെ മാനസികമായും ശാരീരികമായും അതിക്രൂരമായി മർദ്ദിക്കുന്നതായും വലിയ രീതിയിലുള്ള അസഭ്യം പറയുന്നതായും ഒക്കെ യുവതി പോലീസിന് മൊഴി നൽകിയത്. ഇതിനെ തുടർന്ന് അങ്കമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും വനിതാ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഗിരീഷിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അങ്കമാലി പോലീസിന് വനിതാ കമ്മീഷൻ അടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുത്തൻകുരിശ് സ്വദേശിയാണ് യുവതി. ഈ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള മൊഴി പോലീസ് യുവതിയുടെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട്. പോലീസിന്റെ FIR-ൽ പറയുന്നത് യുവതിയെ കഴിഞ്ഞ 4 വർഷമായി അതിക്രൂരമായ പീഡനത്തിനാണ് ഗിരീഷ് ഇരയാക്കിയത്. അതും ഈ പെൺകുഞ്ഞ് പിറന്നത് യുവതിയുടെ കുറ്റമാണ്. അതോടൊപ്പം യുവതി വീട്ടുജോലി ചെയ്യില്ല, മറ്റ് ചില ആളുകളുമായി വഴിവിട്ട ബന്ധം യുവതിക്കുണ്ടെന്ന ആരോപണങ്ങളൊക്കെ ഗിരീഷ് ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംശയത്തെ തുടർന്നുള്ള പീഡനമാണ് യുവതിക്ക് മേൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസിന്റെ FIR-ൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാടത്തം തന്നെയാണ് അങ്കമാലിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ള സംഭവം, അതായത് പെൺകുഞ്ഞ് പിറക്കുന്നത് സ്ത്രീകളുടെ മാത്രം കുറ്റമാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വളരെ ലജ്ജാകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗിരീഷ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക.